ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഒരു ഗംഭീര ഒരു ലൈഫ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുവാണ്. അതൊരു ഷോ ഒന്നും ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ആക്ച്വലി ആദ്യം എനിക്ക് നേരത്തെ അറിയാം, പക്ഷേ ആദ്യ ഷോ ഇങ്ങനെ ഭയങ്കര ഹിറ്റാണെന്നൊക്കെ കേട്ടു. പക്ഷേ എന്താ പറയുക, ഞാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ കാണാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴും ഞാനൊരു 2 മണിക്കൂർ കളയണമല്ലോ ദൈവമേ എന്നൊക്കെ ഓർത്തിട്ടാണ് ടു ബി ഫ്രാങ്ക് വന്നത്. പക്ഷേ 2 അല്ല 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. കാരണം ഇതിങ്ങനെ ഒരുപാട് പേര് വീഡിയോയിൽ പറയുന്നത് കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഇതൊക്കെ തള്ളായിരിക്കും, ഇതൊക്കെ ചുമ്മാ അവർ ഫ്രണ്ട്സിനെ കൊണ്ട് പറയിപ്പിക്കണമായിരിക്കും. കാരണം പറയുമല്ലോ, ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഇടുമെന്ന് പറയുമ്പോൾ അവർ പറയുമല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ടു ബി ഫ്രാങ്ക് ഇത് ഭയങ്കര ഗംഭീര പരിപാടിയാണ്. കാരണം നമ്മളങ്ങനെ ഒരു 3 മണിക്കൂർ നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറി നിന്ന് ഒരു ഷോക്ക്, ഇപ്പോൾ ഈവൻ നമ്മളൊരു മൂവി കാണാൻ പോയാൽ പോലും നമ്മളിടയ്ക്ക് ഫോണൊക്കെ എടുത്ത് നോക്കാൻ തോന്നും, അല്ലെങ്കിൽ ഇൻ്റർവെല്ലും ഉണ്ടാവും. പക്ഷെ ഇതിൽ ഇൻ്റർവെല്ലും ഇല്ല, ഫോൺ നോക്കാൻ തോന്നുകയില്ല. You can read my mind. You can tell some secrets which my husband doesn't know. Let's make it interesting. I'm sorry, Jerry. Sorry. Okay, first thing first. നമ്മൾ വിഷയത്തിൽ നിന്നും തന്നെ മാറുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. കാരണം നമ്മൾ അങ്ങോട്ട് ഒരു ഷോ കാണാൻ പോയിട്ട് നമ്മൾ കുറിച്ചൊരു കംപ്ലൈൻറ്റ് ഇല്ലാതെ പുറത്തിറങ്ങുക എന്നുള്ളത്. കാരണം സാധാരണഗതിയിൽ എന്തെങ്കിലും കുറ്റങ്ങൾ പറയാൻ തോന്നും. അങ്ങനെയല്ല, ആദ്യം വൻ പൊളിയാണ്. പക്ഷെ ഇത്രയും ഗംഭീര പരിപാടികളൊന്നും ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അറിവിൽ ഈ അടുത്ത കാലത്ത് ഇല്ല. ആദ്യം ഈസ് ദ ബെസ്റ്റ്. ഏറ്റവും പറയേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ 10 വയസ്സുള്ളതും 6 വയസ്സുള്ള 2 കുട്ടികളാണ്. അവർ 3 മണിക്കൂർ ഇരുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു തിയേറ്ററിൽ പോയാലും അവർ ഇടയ്ക്കിറങ്ങി ഓടോ എന്തെങ്കിലും ചെയ്യും. ഇത് അതുപോലും ചെയ്തില്ല. സോ ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഷോ ആണ്. എല്ലാവരും കാണണം. താങ്ക് യു സോ മച്ച്. വെരി ഫേം, പെക്യൂലിയർ, വെരി സ്ട്രോങ് സോഫ്റ്റ്വെയർ. താങ്ക് യു. ഓക്കെ, പോയിട്ട് വരാം. ഞാനിപ്പോൾ ഇൻസോമിനിയ കണ്ടു കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ഐ എം സ്റ്റിൽ ഇൻ ദാറ്റ് ഫീലിംഗ്, ഇമോഷൻ. ഈ 3 മണിക്കൂറായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഈ 3 മണിക്കൂറും നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആ തന്നത്. ആദ്യയുടെ പെർഫോമൻസും അവിടെ കണ്ടത് ഇറ്റ് വാസ് ട്രൂലി മാജിക്കൽ. ഭയങ്കര ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ എത്രത്തോളം മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കുന്നോ അത്രത്തോളം നമുക്ക് ലൈവ് മാജിക്കൽ എക്സ്പീരിയൻസസ് ഉണ്ടാകും ഇൻ റിയൽ ലൈഫ് ഓൾസോ. അപ്പോൾ ആ ഒരു ടേക്ക് അവേ ആണ് എനിക്ക് ഇന്ന് ആദ്യം തന്നത്. ഐ എം റിയലി ഹാപ്പി. ഇത് നേരിട്ട് വന്ന് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം.